2025 ജൂൺ 12 എന്നുള്ളത് ഏവിയേഷൻ ഹിസ്റ്ററിയിലെ ഒരു വലിയൊരു കറുത്ത അധ്യായം നടന്നൊരു ദിവസമാണ്. ആ ഒരു എയർ ഇന്ത്യ വിമാന അപകടത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മളെല്ലാവരും ഈ അടുത്ത ദിവസങ്ങളിൽ ആ ഒരു എയർ ഇന്ത്യ വിമാന അപകടത്തിൽ രക്ഷപ്പെട്ട ആ ഒരു സോൾ സർവൈവർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ഏതാനും അഭിമുഖങ്ങൾ നിങ്ങൾ പല ചാനലുകളിലായിട്ട് കണ്ടിട്ടുണ്ടാവും. ഇന്ത്യൻ മീഡിയാസ് ഒന്നും അത് കവർ ചെയ്ത് ഞാൻ കണ്ടില്ല. ഓസ്ട്രേലിയ, UK തുടങ്ങിയ പല സ്ഥലങ്ങളിൽ നിന്നുള്ള മാധ്യമങ്ങൾ, BBC അടക്കമുള്ള മാധ്യമങ്ങൾ ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുത്തതായിട്ട് ഞാൻ കണ്ടു. സത്യം പറഞ്ഞാൽ ഇന്ത്യൻ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് അതിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എന്തായാലും ആ ഒരു കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഈ അപകടം എങ്ങനെയാണ് നടന്നത് എന്നതിനെപ്പറ്റി പറയണം. 2025 ജൂൺ 12 VTANB എന്ന രജിസ്ട്രേഷനിലുള്ള എയർ ഇന്ത്യയുടെ ബോയിങ് 787-8 വിമാനം, ജസ്റ്റ് 11 വർഷം മാത്രം പഴക്കമുള്ള ആ ഒരു വിമാനം ഡൽഹിയിൽ നിന്നും പറന്നുയർന്ന് 11:17 അഹമ്മദാബാദിലെ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുകയാണ്. 2 മണിക്കൂർ 13 സമയം ആ വിമാനം അഹമ്മദാബാദ് എയർപോർട്ടിലുണ്ടായിരുന്നു. അതിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ക്യാപ്റ്റൻ സുമീത് സബർവാൾ, 56 വയസ്സുള്ള അദ്ദേഹത്തിന് ഏകദേശം 15,000-ലധികം മണിക്കൂർ വരുന്ന ഫ്ലൈയിങ് അവേഴ്സ് ഉള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അതിൽ 8,600 മണിക്കൂറും അദ്ദേഹത്തിന് ആ ബോയിങ് 787 എന്ന എക്യുപ്മെൻറ്റിൽ എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ്. അതിൻ്റെ ഫസ്റ്റ് ഓഫീസറായിട്ടുണ്ടായിരുന്ന ക്ലീവ് കുന്ദർ എന്ന് പറഞ്ഞ 32 വയസ്സുകാരൻ, അദ്ദേഹത്തിന് 3,400 മണിക്കൂർ ടോട്ടൽ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉണ്ട്. അതിൽ ബോയിങ് 787 വിമാനത്തിൽ 1,100 മണിക്കൂർ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് ക്ലീവ് കുന്ദർ. അതിൽ 10 ക്യാബിൻ ക്രൂസും അതേപോലെ തന്നെ 2 പൈലറ്റുമാരും, അങ്ങനെ 12 ജീവനക്കാരാണ് ആ വിമാനത്തിലുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് 1:15 ബോർഡിംഗ് കംപ്ലീറ്റ് ചെയ്ത് 1:30 ആ വിമാനം അവിടെ നിന്നും പുറപ്പെടേണ്ടിയിരുന്നത്. 242 ആളുകളാണ് ആ വിമാനത്തിനുള്ളിലുണ്ടായിരുന്നത്. കറക്റ്റ് 1:30 തന്നെ ആ വിമാനം അഹമ്മദാബാദ് എയർപോർട്ടിലെ ബേ നമ്പർ 17 നിന്നും പുഷ് ബാക്ക് ചെയ്യുകയുണ്ടായി. ടാക്സി ക്ലിയറൻസ് ഒക്കെ കിട്ടി. റൺവേ നമ്പർ 23 അത് ക്യാപ്റ്റൻ സബർവാളിൻ്റെ നേതൃത്വത്തിൽ ആ വിമാനം മുന്നോട്ട് ചലിച്ചു. 13:37 ആ വിമാനം അവിടെ നിന്നും ടേക്ക് ഓഫ് ചെയ്യുകയാണ്. എൻജിൻ നമ്പർ 1ഉം 2ഉം സാധാരണ രീതിയിൽ ടേക്ക് ഓഫ് പവർ എല്ലാം കൊടുത്ത് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ അവിടെ നിന്നും ആ വിമാനം ടേക്ക് ഓഫ് ചെയ്തു. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് കൃത്യം 62 സെക്കൻഡുകൾക്ക് ശേഷം ആ വിമാനം തൊട്ടപ്പുറത്ത് നിലം പതിക്കുകയാണ് സംഭവിച്ചത്. ടേക്ക് ഓഫ് ചെയ്ത ഉടനെ തന്നെ ആ വിമാനത്തിൻ്റെ 2 എൻജിനുകളുടെയും ത്രസ്റ്റ് നഷ്ടപ്പെട്ട് താഴേക്ക് വന്ന് പതിക്കുന്ന ദൃശ്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കണ്ടത്. വന്ന് പതിച്ചതാണെങ്കിൽ അവിടെ സമീപത്ത് റൺവേയുടെ തൊട്ടപ്പുറത്തായിട്ട് മാറിയുണ്ടായിരുന്ന BJ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റൽ ബിൽഡിങ്ങിലേക്കാണ്. ആ വിമാനത്തിലുണ്ടായിരുന്ന 242 ആൾക്കാരിൽ 241 ആളുകളും മരണപ്പെടുകയുണ്ടായി. സീറ്റ് നമ്പർ 11A എന്ന് പറയുന്ന ആ ഒരു മാജിക് സീറ്റിലിരുന്ന വിശ്വാസ് കുമാർ രമേശ് എന്ന് പറഞ്ഞ വ്യക്തി അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട് ആ ഒരു അപകട സ്ഥലത്ത് നിന്നും ഇറങ്ങി നടന്നു വരുന്ന ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും TV കണ്ടതാണ്. ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ബ്രിട്ടീഷ് പൗരനാണ് വിശ്വാസ് കുമാർ എന്ന് പറയുന്ന ആ വ്യക്തി. എയർ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ നടന്ന ഏറ്റവും വലിയ ഏവിയേഷൻ ദുരന്തമായിരുന്നു അന്ന് അവിടെ സംഭവിച്ചതെന്ന് പറയാം. എയർ ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്ന് മാത്രമല്ല, ഒരു ബോയിങ് 787 വിമാനം ഇത്രയും വലിയൊരു അപകടം ഉണ്ടാക്കിയത് തന്നെ ആദ്യമായിട്ടാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ ഒരു പ്രിലിമിനറി റിപ്പോർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എന്ന് പറഞ്ഞ നമ്മുടെ ഇന്ത്യയുടെ AAIB എന്ന് പറയുന്ന ഒരു ബ്യൂറോ ഉണ്ട്. അവർ കണ്ടുപിടിച്ചൊരു പ്രിലിമിനറി റിപ്പോർട്ട് എന്ന് പറയുന്നത്, ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ ഒരു ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചസ് റൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും കട്ട് ഓഫ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മാറിയിരിക്കുന്നതായിട്ട് അവർ ശ്രദ്ധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വോയിസ് റെക്കോർഡ്, അതായത് ഈ വിമാനത്തിനുള്ളിൽ ഈ പൈലറ്റുമാർ തമ്മിൽ സംസാരിക്കുന്ന കോൺവെർസേഷൻസും ബാക്കിയുള്ള കാര്യങ്ങളും നമ്മുടെ ഈ വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തുന്നതോടുകൂടി നമുക്ക് അതിൽ നിന്നും കുറേ കാര്യങ്ങളൊക്കെ ലഭിക്കും. അപ്പോൾ അത്തരത്തിൽ ലഭിച്ച കോൺവെർസേഷനിൽ ഈ ഒരു സ്വിച്ച് അങ്ങോട്ട് മാറി കിടക്കുന്നത് എന്താണ് എന്ന്, ഇതെന്താണ് ഇങ്ങോട്ട് മാറിയത്, ഇതാരാണ് ഇങ്ങോട്ട് മാറ്റിയത് എന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. അത് ഞാൻ മാറ്റിയതല്ല, എനിക്കറിയില്ല, അതെങ്ങനെയോ മാറിപ്പോയതാണ് എന്നൊക്കെയുള്ള ആ ഒരു കോൺവെർസേഷൻസ് ഒക്കെ ശരിക്കും വളരെയധികം കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഇത്രയും വലിയ വിമാനത്തിൽ ഒരിക്കലും അത്തരത്തിലൊരു മാൽ ഫങ്ഷൻ സംഭവിക്കാൻ പാടുള്ളതല്ല.
ഇത് ആരെങ്കിലും ഈ ക്യാപ്റ്റന്മാരിൽ ആരെങ്കിലും ഒരാൾ ഇത് പർപ്പസ്ഫുള്ളി ചെയ്തതാണോ, അതോ ഇത് അബദ്ധവശാൽ സംഭവിച്ചതാണോ, അതോ ഇതൊരു ടെക്നിക്കൽ സാങ്കേതിക പിഴവ് കാരണം സംഭവിച്ചതാണോ എന്നൊക്കെയുള്ള പല കാര്യങ്ങൾക്കും ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു തരം എയർ ഇന്ത്യക്കോ അതേപോലെ തന്നെ നമ്മുടെ സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിനോ നൽകാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോഴും ഈ അപകടത്തിൽ രക്ഷപ്പെട്ട വ്യക്തിയും ബാക്കിയുള്ള അതിൽ മരണപ്പെട്ട ആൾക്കാരുടെ ബന്ധുക്കളും ബന്ധുവൃത്താദികളും ഒക്കെ പറയുന്ന പല കാര്യങ്ങളിൽ ഒന്ന്. ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടന്നത് പ്രമാണിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോക്പിറ്റ് വോയിസ് റെക്കോർഡിങ്സും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം വെച്ചിട്ട് ഇതിനകത്തൊരു മെക്കാനിക്കൽ ഫോൾട്ട് ഉണ്ടായിരുന്നില്ല. അത് പക്ഷേ ഏതൊക്കെയോ രീതിയിൽ അതിൻ്റെ ആ ഒരു ഫ്യൂവൽ സ്വിച്ച് മൂവ്മെൻറ്റ് നടക്കുകയും അങ്ങനെ വിമാനത്തിൻ്റെ ആ ഒരു ത്രസ്റ്റ് നഷ്ടപ്പെടുകയും ഈ വിമാനം അപകടത്തിൽ പെട്ടു എന്നൊക്കെയാണ് ശരിക്കും പറയുന്നത്. 2018 ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ FAA പണ്ട് ഇതിൻ്റെ ഈ ഒരു വിമാനത്തിൻ്റെ ഫ്യൂവൽ സ്വിച്ചിനെ സംബന്ധിച്ചുള്ള ഒരു റെഗുലേഷൻസ് പുറപ്പെടുവിച്ചിരുന്നു. അതനുസരിച്ച് ഈ ബോയിങ് 787-8 വിമാനങ്ങൾ പലതും ഇത്തരത്തിൽ ടെസ്റ്റുകൾ ചെയ്യണമെന്ന് പറഞ്ഞ് പല വിമാനങ്ങളും പല എയർലൈൻ കമ്പനികളും ടെസ്റ്റുകൾ ചെയ്യപ്പെട്ടതായിട്ടുള്ള ഒരു സംഭവം നമുക്ക് ഇതിനകത്ത് ബോയിങ്ങിൻ്റെ കുറ്റമാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ട തരത്തിൽ പല കാര്യങ്ങളും ഇതിനകത്ത് നടക്കുന്നുണ്ട്. പക്ഷേ എയർ ഇന്ത്യയുടെ മെയിൻ്റനൻസിൻ്റെ പ്രശ്നമാണോ അതോ ബോയിങ് കമ്പനിയുടെ ഈ പർട്ടിക്കുലർ വിമാനത്തിനുള്ള പ്രശ്നമാണോ എന്നൊക്കെയുള്ള സംബന്ധിച്ചുള്ള പല കാര്യങ്ങളും ഇപ്പോഴും ഒരു അവ്യക്തതയോടെ തുടരുന്ന ഒരു സംഭവം. അത് ഇപ്പോഴും പല കാര്യങ്ങളും പുറത്തു വിടാതിരിക്കാൻ ഇതാരെയോ രക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും ആണ്. അങ്ങനെയുള്ള പല കോൺട്രവേഴ്സീസും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത്രയും മാസമായിട്ടും ഈ അപകടത്തിന് ശേഷം ഇത്രയും മാസമായിട്ടും ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു അപകടത്തിന് ശേഷം നമ്മുടെ DGCA നിലവിലുള്ള ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ ബോയിങ് 787-8 വിമാനങ്ങളും ഗ്രൗണ്ട് ചെയ്യാനും അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ ബാക്കിയുള്ള ഇതുപോലെയുള്ള പല സംഭവങ്ങളും ഇൻസ്പെക്ഷൻ ചെയ്യാനും ഉത്തരവിടുകയും എയർ ഇന്ത്യയുടെ അടക്കം പല വിമാനങ്ങളും അവരിത് ഗ്രൗണ്ട് ചെയ്ത് ഇത്തരത്തിലുള്ള പല സേഫ്റ്റി ചെക്കുകളും പരിശോധിക്കുകയും ചെയ്തതിന് ശേഷമാണ് പിന്നീട് വീണ്ടും ഈ വിമാനങ്ങളൊക്കെ സർവീസ് ആരംഭിച്ചത്. സത്യം പറഞ്ഞാൽ എയർ ഇന്ത്യയുടെയും അതേപോലെ തന്നെ ബോയിങ് കമ്പനിയുടെയും വലിയൊരു വിശ്വാസ്യതയാണ് ഈ ഒരു ക്രാഷ് ചോദ്യം ചെയ്യപ്പെട്ടത്. ലോകത്ത് ധാരാളം വിമാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും വിമാന അപകടങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറവായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ നടക്കുന്ന വിമാനാപകടങ്ങൾ ലോകമെമ്പാടും ശ്രദ്ധ ആകർഷിക്കുകയും അത്തരത്തിലുണ്ടാകുന്ന അപകടങ്ങൾ ആ ഒരു വിമാനം നിർമ്മിച്ച കമ്പനിയുടെയും അതേപോലെ തന്നെ ആ വിമാനം ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനിയുടെയും വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നൊരു സംഭവം നടക്കുന്നതായിട്ട് നമ്മൾ കാണാം. ഈ ഒരു വിമാന അപകടത്തിൽ മരണപ്പെട്ടതുമോ അല്ലാതെ രക്ഷപ്പെട്ടതുമായ ആളുകൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഇന്ത്യയുടെ ഒരു ടാറ്റ ഗ്രൂപ്പ് വലിയൊരു കോമ്പൻസേഷൻ ആ സമയത്ത് ഓഫർ ചെയ്തിരുന്നു. ഏകദേശം 2.5 കോടി രൂപ ആണ് അന്നവർ മരണപ്പെട്ട ആളുകൾക്കായിട്ട് ഓഫർ ചെയ്ത കോമ്പൻസേഷൻ. നമ്മൾ ഈ ഒരു വിമാനത്തിലെ ആ ഒരു ഏക രക്ഷപ്പെട്ട വ്യക്തിക്കും 2.5 കോടി രൂപയാണ് ഈ വിമാന കമ്പനി അന്ന് ഓഫർ ചെയ്തിരുന്ന കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, അപകടം നടന്ന സ്ഥലം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൻ്റെ പരിസരവുമാണ്. അവിടെ ആ വിമാനവുമായിട്ടും എയർപോർട്ടുമായിട്ടും യാതൊരു ബന്ധവുമില്ലാത്ത പല വ്യക്തികളും അവിടെ കൊല്ലപ്പെടുകയുണ്ടായി. പല ആളുകളുടെയും വീടുകൾക്കും കെട്ടിടങ്ങൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഈ ഹോസ്റ്റൽ ബിൽഡിംഗ് നശിക്കുകയുണ്ടായി. അവിടെ ഉണ്ടായിരുന്ന പല വണ്ടികളും അനേകം സംഭവങ്ങളും നശിക്കുകയുണ്ടായി. ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിമാന അപകടത്തിൻ്റേത് മാത്രമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, ഈ വിമാന അപകടം നടന്ന സമയത്ത് രക്ഷപ്പെടുത്താൻ വന്ന ആളുകളുടെ അവസ്ഥയാണ് മറ്റൊന്നെന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ അപകടം നടക്കുന്ന സമയത്ത് ആ വിമാനത്തിലുണ്ടായിരുന്ന ആൾക്കാരുടെ ബോഡി അവിടെ കിടന്ന് കത്തുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു രൂക്ഷമായ ഒരു ഗന്ധം, അതേപോലെ തന്നെ ഈ ഒരു അപകടത്തിൻ്റെ സമയത്ത് അവിടെ ഉണ്ടായ സ്ഫോടനത്തിൻ്റെ ഗന്ധം, അതൊക്കെ നേരിട്ടുകൊണ്ടാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിന് വന്ന ആൾക്കാർ അതിൽ ഏർപ്പെട്ടത്. അവരിൽ പലരും പറയുന്നൊരു സംഭവം എന്ന് പറയുന്നത് ദിവസങ്ങളോളം അവർക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ സാധിച്ചില്ല എന്നുള്ളൊരു കാര്യമാണ്. നമുക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അതുപോലുള്ളൊരു അപകടം നേരിട്ട് കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആരെങ്കിലും അത്തരത്തിലുള്ളൊരു അപകടത്തിൽ പെടുമ്പോൾ മാത്രമേ നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്നുള്ളൊരു വലിയൊരു കാര്യം തന്നെയല്ലേ. ഇനി നമുക്ക് വിശ്വേഷ് കുമാർ രമേശിനെ പറ്റി നമുക്ക് വരാം. അദ്ദേഹം ഗുജറാത്തിന് സമീപമുള്ള DU എന്ന് പറഞ്ഞ യൂണിയൻ ടെറിട്ടറിയിൽ ജീവിക്കുന്ന ഒരാളാണ്. ഈ വ്യക്തി UK-യിലായിരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് സ്ഥിരതാമസം. അദ്ദേഹം ബ്രിട്ടീഷ് പൗരനാണ്. അദ്ദേഹം UK-യിലുള്ള ലെസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജീവിക്കുന്നത്. അവിടേക്കുള്ള യാത്രയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരനും ഈ വിമാനത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ആണ് ഈ വിമാനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അഹമ്മദാബാദിൽ നിന്നും അവർ ലണ്ടൻ ഗാറ്റ്വിക് വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ അങ്ങനെ വിമാന അപകടം നടന്ന സമയത്ത് എമർജൻസി എക്സിറ്റ് റോയിലാണ് ഇദ്ദേഹം ഇരുന്നിരുന്നത്. ഇയാൾ എങ്ങനെയാണ് രക്ഷപ്പെട്ട് പുറത്തേക്ക് എത്തിയത് എന്ന് ഇപ്പോഴും അദ്ദേഹത്തിന് പോലും അറിയാത്ത ഒരു കാര്യമാണ്. അതുപോലും നിഗൂഢതയാണ്. അയാൾ പുറത്തേക്ക് തെറിച്ചു വീണതാണോ, അയാൾ ചാടിപ്പോയതാണോ, എങ്ങനെയാണ് അയാൾ രക്ഷപ്പെട്ട് ആ ഒരു
ഒരു മിറാക്കുലസ് ആയിട്ടുള്ള ഒരു സംഭവം നടന്ന ആൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നുള്ളത് ഇപ്പോഴും ആ ഒരു ട്രോമയിൽ നിന്നും അയാൾക്ക് ഓർത്തെടുത്ത് പറയാൻ സാധിക്കാത്തതായിട്ട് നമുക്ക് ആ ഒരു ഇൻ്റർവ്യൂ കാണുമ്പോഴത്തേക്കിനും മനസ്സിലാവും. ആ ഒരു ഇൻ്റർവ്യൂയുടെ താഴെ വന്നിരിക്കുന്ന പല കമൻറ്റുകളും ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അതിനകത്ത് ചില ആളുകൾ പറയുന്നത് ഇയാൾക്ക് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, ഇയാൾ ഇപ്പോഴും മാനസിക സമ്മർദ്ദത്തിൽ തന്നെയാണ്, മാനസികമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ളതുമായിട്ടുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. വിമാനാപകടം നടന്നിട്ട് 5-6 മാസമായിരുന്നുണ്ടെങ്കിലും അയാൾക്ക് ആ ഒരു കാര്യത്തിൽ നിന്നും ഇതുവരെ റിക്കവർ ചെയ്ത് വരാൻ സാധിച്ചിട്ടില്ല. മറ്റൊരു കൂട്ടം ആൾക്കാർ പറയുന്നത് ഇയാൾ എയർ ഇന്ത്യയിൽ നിന്നും ബോയിങ്ങിൽ നിന്നും കൂടുതൽ കോമ്പൻസേഷൻ വാങ്ങുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കപട ഇൻ്റർവ്യൂ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരുന്നത്. ഇയാളുടെ സഹോദരൻ്റെ ബോഡി കൊണ്ടുപോകുന്ന സമയത്ത് ഇയാൾ ആ ബോഡി താങ്ങി പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഇയാൾക്ക് യാതൊരുവിധ ഹെൽത്ത് ഇഷ്യൂ ഇല്ലായിരുന്നു, ഇയാൾക്ക് ഇപ്പം ഇതാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടുള്ള കുറേ കമൻറ്റുകളും ആ വീഡിയോയുടെ താഴെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ശരിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്കിനും അതിനെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പറയാൻ നമുക്ക് എല്ലാവർക്കും അവകാശമാണ്, നമ്മളെല്ലാവരും പറയുകയും ചെയ്യും. പക്ഷേ എന്നിരുന്നാലും ആ മനുഷ്യൻ കടന്നുപോയ ആ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴേ നമുക്ക് ശരിക്കും ഇതൊക്കെ മനസ്സിലാവുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു വിമാനം അപകടത്തിൽപ്പെടുന്നു, ആ വിമാനത്തിലുള്ള എല്ലാവരും, അദ്ദേഹത്തിൻ്റെ അനിയനടക്കമുള്ള എല്ലാ ആളുകളും മരണപ്പെടുന്നു, കൊല്ലപ്പെടുന്നു. അദ്ദേഹം എങ്ങനെയോ ഏതോ രീതിയിൽ ഒരു ദൈവത്തിൻ്റെ കരങ്ങളാൽ ആ വിമാനത്തിൽ നിന്നും പുറത്തേക്ക് വീഴുന്നു, അദ്ദേഹത്തിന് ജീവൻ ലഭിക്കുന്നു, അദ്ദേഹം സർവൈവ് ചെയ്യുന്നു. പക്ഷെ അങ്ങനെ സർവൈവ് ചെയ്തിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സിലുണ്ടായ ഒരു ട്രോമ എത്രത്തോളം ഡീപ്പായിരിക്കും എന്ന് നമ്മളിപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഫിസിക്കൽ പ്രശ്നത്തിലുപരി മെൻ്റൽ ട്രോമ, അദ്ദേഹം ഇപ്പോഴും കടന്നു പോകുന്ന ആ ഒരു മെൻ്റൽ ട്രോമ. ആ ഒരു അപകടത്തിന് ശേഷം ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം മറ്റൊരു വിമാനത്തിൽ കയറി തിരിച്ച് UK പോകുന്നത്. അയാൾ ആ ഒരു വിമാനത്തിൽ കയറി അദ്ദേഹത്തിൻ്റെ യാത്ര ഏത് രീതിയിലായിരിക്കും അയാൾ ചെയ്തത് എന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാൻ പറ്റുന്നൊരു കാര്യമാണോ? ഒരു കാർ അപകടത്തിൽ നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു, നിങ്ങളൊരു ഫാമിലി ആയിട്ട് യാത്ര ചെയ്യുന്നു, നിങ്ങളുടെ കാർ അപകടത്തിൽപ്പെടുന്നു, ബാക്കി എല്ലാവരും മരണപ്പെടുന്നു, നിങ്ങൾ മാത്രം രക്ഷപ്പെടുന്നു. നിങ്ങൾക്ക് പിന്നീട് ഒരു വണ്ടി ഓടിക്കാനോ ഒരു കാറിൽ കയറാനോ നിങ്ങൾക്ക് സാധിക്കുമോ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതേ വ്യക്തി അയാൾ വീണ്ടും ആ ഒരു വിമാനത്തിൽ കയറി എങ്ങനെയായിരിക്കും ആ വിമാനത്തിൽ 10 മണിക്കൂർ യാത്ര ചെയ്ത് അയാൾ ഇന്ത്യയിൽ നിന്നും UK പോയിരിക്കുന്നത് എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഈ 2.5 കോടി രൂപ അല്ല ഇദ്ദേഹത്തിനും ഈ മരണപ്പെട്ട ആളുകൾക്കും കൊടുക്കേണ്ട കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. കുഞ്ഞു കുട്ടികൾ, പ്രായമായിട്ടുള്ള ആൾക്കാർ, പലതരത്തിലുള്ള ആൾക്കാർ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ആൾക്കാർ, അങ്ങനെ ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാരാണ് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നിരിക്കുക, അല്ലേ? എങ്ങനെയൊക്കെ തരത്തിലുള്ള ആൾക്കാർ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നിരിക്കും? ശരിക്കും എയർ ഇന്ത്യയുടെ CEO ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ആ ഒരു വിമാന അപകടത്തിൽ മരണപ്പെട്ട ആളുകളും രക്ഷപ്പെട്ട ആളുകളുടെയൊക്കെ കുടുംബത്തിനെയും അവരെ എല്ലാവരെയും ഞങ്ങൾ നോക്കും, ടേക്ക് കെയർ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് എയർ ഇന്ത്യ CEOയുടെ വലിയ ഒരു പ്രഖ്യാപനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഏതൊരു അപകടത്തിൽപ്പെട്ട ഒരു സംഭവത്തിലും ആ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾക്കും ആ അപകടത്തിൽ രക്ഷപ്പെട്ട ആളിനും അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ അപകടം എങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു കാര്യം. അത് അവരുടെ അവകാശമാണ്. എങ്ങനെയാണ് ആ ഒരു അപകടം സംഭവിച്ചത് എന്ന് അവരറിയേണ്ടത് അവരുടെ അവകാശമാണ്. അതിപ്പോഴും പ്രോപ്പറായിട്ടുള്ള ഒരു ആൻസർ നൽകാനായിട്ട് നമ്മുടെ ഭരണകൂടത്തിനോ DGCAയ്ക്കോ എയർ ഇന്ത്യക്കോ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് വലിയൊരു കഴിവുകേട് തന്നെയായിട്ടാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ആ ഒരു ഇൻ്റർവ്യൂ ധാരാളം ചാനലുകളിൽ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ വരുന്നുണ്ട്. അത് കാണുമ്പോഴത്തേക്കിനും നമുക്ക് വളരെയധികം വിഷമം തോന്നും. ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മൾ അവരുടെ ഭാഗത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അത് ഭയങ്കര വിഷമം തരുന്നൊരു കാര്യമാണ്. ഇവർ അപകടത്തിൻ്റെ കാരണം പോലും വ്യക്തമാക്കാൻ സാധിക്കുന്നില്ല. ഇവർ ലീഗലി കോമ്പൻസേഷനോ മറ്റ് സംഭവങ്ങളോ ഒക്കെ കിട്ടുന്നതിന് വേണ്ടി മുന്നോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എയർ ഇന്ത്യയുടെ CEOയുമായിട്ട് ഒരു മീറ്റിംഗ് ഇവർ ആവശ്യപ്പെട്ടിരുന്നു. ഇവർ പലതവണ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ വഴി എയർ ഇന്ത്യയുടെ CEOയുമായിട്ട് ഇവർ നേരിട്ടൊരു കൂടിക്കാഴ്ച ആവശ്യപ്പെട്ടിട്ട് എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള പോസിറ്റീവ് റെസ്പോൺസും ലഭിച്ചില്ല എന്നാണ് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ലോയറും ബാക്കിയുള്ള ആൾക്കാരും ആ വീഡിയോയിൽ പറയുന്നത്. അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അറ്റ്ലീസ്റ്റ് ആ വിമാന അപകടത്തിൽ മരണപ്പെട്ട ആളുകളെ നിങ്ങൾ അവരുടെ കുടുംബത്തെ നിങ്ങൾ പോയി കാണണ്ട, പക്ഷേ ഈ രക്ഷപ്പെട്ട ആളിനെയെങ്കിലും ഇതിൻ്റെ CEO നേരിട്ട് പോയി കാണേണ്ടത് ഒരു സത്യം പറഞ്ഞാൽ അത് വലിയൊരു കാര്യമായിരുന്നു. നിങ്ങളതിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. നിങ്ങൾ ചെയ്തില്ല എന്നാണ് ഇവർ പറയുന്നത്, ചെയ്യാത്ത എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് നിങ്ങൾ ചെയ്യേണ്ടത്, ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു മോശമായിട്ടൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം എന്തായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. രക്ഷപ്പെട്ട ഒരാളാണെങ്കിൽ ആ ഒരാൾ വമ്പൻ രീതിയിൽ, അതും അയാളൊരു ബ്രിട്ടീഷ് പൗരനാണ്,
ഏതോ ഒരു അമേരിക്കൻ ഒരു ലോയർ ഇതിനകത്ത് വന്ന് ഇടപെട്ടിട്ടുണ്ട്. ഈ അമേരിക്കൻ ലോയർ ഏകദേശം ഒരു 100-ലധികം വരുന്ന ആൾക്കാരുടെ കേസ് വക്കാലത്തെടുത്തിട്ടുണ്ട്. ഈ കോർപ്പറേറ്റ് ഭീമന്മാർക്കെതിരെ കേസ് നടത്താൻ അമേരിക്കക്കാർ ഭയങ്കര മിടുക്കന്മാരാണ്. അപ്പോൾ അത്തരത്തിലുള്ള അമേരിക്കൻ ഒരു ലോയർ ഫേമാണ് ഇതിനകത്ത് വന്ന് ഇടപെട്ടിരിക്കുന്നത്. നല്ല പൈസ എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഈ പറഞ്ഞ ആളുകൾ വാങ്ങിച്ചെടുക്കും. അത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിനകത്ത് നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കോമ്പൻസേഷൻ ഇപ്പോൾ ഒരു സാധാരണ ഒരു വാഹനാപകടത്തിലെ MACT ക്ലെയിം തന്നെ അത്യാവശ്യം നല്ലൊരു തുകയാണ്. അപ്പോൾ ഒരു വിമാനാപകടത്തിൽ ഇത്രയും സംഭവിച്ചു എന്ന് പറയുമ്പോഴത്തേക്കിനും അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എയർലൈനിന് വലിയൊരു ബാധ്യതയായി മാറാവുന്നൊരു സംഭവമാണ്. എയർലൈൻ സ്വാഭാവികമായിട്ടും ഇൻഷുറൻസ് മറ്റുമൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നിരുന്നാലും എയർലൈൻ്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ടാറ്റയുടെ കയ്യിൽ നിന്നും അത്യാവശ്യം നല്ല ഒരു തുക ഈ പറഞ്ഞ രീതിയിൽ ഇവർ പല ആൾക്കാരും നിയമ നടപടികളിലൂടെ ചിലപ്പോൾ വർഷങ്ങളെത്തേക്കാം അവർ വാങ്ങിച്ചെടുത്തിരിക്കും. പ്രത്യേകിച്ച് അതിനകത്ത് മറ്റ് പല നാഷണാലിറ്റീസ് ആയിട്ടുള്ള ആളുകളും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു അപകടമായതുകൊണ്ട് തന്നെ എന്തായാലും എയർ ഇന്ത്യ ഇവർ ലീഗലി മുന്നോട്ട് പോകുന്നതിന് മുമ്പ് പല ആളുകളെയും പേഴ്സണലി കണ്ട് ഇതൊക്കെ സെറ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ഗൈസ് ആർ സേഫ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യു ഗൈസ് വിൽ സഫർ എ ലോട്ട്. അതെന്തായാലും നടക്കുന്നൊരു കാര്യമായിരിക്കും. എന്തായാലും ഫ്ലൈറ്റ് 171 എന്ന് പറഞ്ഞ ആ ഒരു വിമാനം അന്നത്തത് കൊണ്ട് എയർ ഇന്ത്യ യാത്ര അവസാനിപ്പിച്ചു. അതിനുശേഷം അഹമ്മദാബാദിൽ നിന്നും ലണ്ടൻ ഗാറ്റ്വിക്കിലേക്ക് ഫ്ലൈറ്റ് 171 എന്ന് പറഞ്ഞ നമ്പറിൽ എയർ ഇന്ത്യ വിമാനം ഓടിച്ചിട്ടില്ല. പകരം ഫ്ലൈറ്റ് 159 AI 159 എന്ന് പറഞ്ഞ പേരിൽ ജൂൺ 16 മുതൽ 12-ാം തീയതിയാണ് അപകടം നടക്കുന്നത്. 13, 14, 15 3 ദിവസത്തിന് ശേഷം ജൂൺ 16-ാം തീയതി മുതൽ എയർ ഇന്ത്യ വീണ്ടും ബോയിങ് 787-8 വിമാനം അതേ റൂട്ടിൽ സർവീസ് ആരംഭിച്ചു. ദാറ്റ് മീൻസ് ഒരു അപകടം വളരെ യാദൃശ്ചികമായിട്ട് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നീടും വണ്ടി ഓടിക്കാൻ പാടില്ല അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. അപ്പം എയർ ഇന്ത്യ ആണെങ്കിലും ഏത് എയർലൈൻ ആണെന്നുണ്ടെങ്കിലും വളരെ ചെറിയ ഒരു കാര്യം മതി. അത് ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും, അത് വിമാനമാണെങ്കിലും ബസ്സാണെങ്കിലും സൈക്കിളാണെങ്കിലും, ഒരു നട്ട് മുറുക്കിയില്ലെങ്കിൽ നമ്മൾ അപകടത്തിൽ പെടില്ലേ? വളരെ ചെറിയൊരു കാര്യം മതി അപകടത്തിൽ പെടാൻ. അതേപോലെ തന്നെ ആ വിമാനം ഓടിച്ച പൈലറ്റുമാർ, അവരെ കുറ്റപ്പെടുത്തി ആണ് പല വാർത്തകളും വരുന്നത്. പൈലറ്റ് അസോസിയേഷൻസ് പറയുന്നു ഇല്ല ഇത് ബോയിങ്ങിൻ്റെ പ്രശ്നമാണ്. ചില ആൾക്കാർ പറയുന്നു എയർ ഇന്ത്യയുടെ മെയിൻ്റനൻസിൻ്റെ പ്രശ്നമാണ്. സത്യം പറഞ്ഞാൽ ഇത് ആരുടെ പ്രശ്നമാണ്? വിമാനം ഓടിച്ച പൈലറ്റിൻ്റെ പ്രശ്നമാണോ? ബോയിങ്ങിൻ്റെ പ്രശ്നമാണോ? എയർ ഇന്ത്യയുടെ പ്രശ്നമാണോ? പൈലറ്റുമാർ രണ്ടും മരണപ്പെട്ടു പോയില്ലേ? അവർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെ അവരുടെ തലയിലിടുക. അങ്ങനെയല്ലേ ഓൾമോസ്റ്റ് എല്ലാ വിമാന അപകടങ്ങളും സംഭവിക്കുന്നത്. നേരെ മറിച്ച് ആ ഒരു പൈലറ്റ് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്തായിരിക്കും അയാളുടെ അവസ്ഥ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ?